ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മ ജോലി നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര തന്നെയാണല്ലോ ആ ജോലി നഷ്ടപ്പെടുത്തിയതെന്ന് മല്ലികാമ്മയോട്ട് അറിയുന്നുമില്ല കേട്ടോ. അപ്പം ചിത്തിര പറയുന്നുണ്ട്, ഇതിനെക്കാട്ടിൽ നല്ല ജോലി ഞാൻ അച്ചമ്മയ്ക്ക് വാങ്ങിത്തരാം, അച്ചമ്മ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് മല്ലികാമ്മയെ സമാധാനിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഭാഗ്യം, ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അച്ചമ്മ മനസ്സിലാക്കിയിട്ടില്ലെന്നും ചിത്തിര ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ അച്ചമ്മയ്ക്ക് നല്ല റെസ്റ്റ് വേണം, അത് ഇല്ലാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അച്ചമ്മ വിഷമിക്കേണ്ടായെന്നും അച്ചമ്മേൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോൾ എല്ലാ ജോലിക്കും അച്ചമ്മയ്ക്ക് പോകാനായിട്ട് സാധിക്കുമെന്നും ചിത്തിര അങ്ങനെ മാറി നിന്ന് ഓർക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മയുടെ കണ്ണ് കെട്ടിയിട്ട് ചിത്തിരയാണെങ്കിൽ ഇങ്ങനെ കണ്ണ് കെട്ടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു തരത്തിൽ മല്ലികാമ്മയ്ക്ക് പ്രാക്ടീസ് തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ കാഴ്ച നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മല്ലികാമ്മയ്ക്ക് ഒരു സൗണ്ട് കേട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അതിനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മല്ലികാമ്മയെ ഈ ഒരു കണ്ണ് കെട്ടി കളിയിൽ ചിത്തിര നടത്തുന്നത് കേട്ടോ. അങ്ങനെ ചിത്തിരയും മല്ലികാമ്മയും കൂടെ കണ്ണ് കെട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മല്ലികാമ്മയ്ക്ക് സാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അച്ചമ്മയുടെ ഓപ്പറേഷൻ നടത്തണമെന്ന് ചിത്തിര ഇങ്ങനെ മനസ്സിൽ കരുതുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ കണ്ണിന് കാഴ്ചയില്ലാതെ ഇങ്ങനെ തപ്പി നടക്കുന്ന കാഴ്ച ചിത്തിരയ്ക്ക് ഓർക്കാൻ കൂടെ സാധിക്കുന്നില്ല. കളിക്കാണെങ്കിലും മല്ലികാമ്മയുടെ കണ്ണിൽ ആ ഇത് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലികാമ്മ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോഴത്തേക്കും ചിത്തിരയുടെ നെഞ്ച് പൊടിയാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അച്ചമ്മയുടെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അച്ചമ്മ ഓപ്പറേഷൻ നടത്താനായിട്ട് ചിത്തിര തീരുമാനിക്കുന്നു. പിന്നീട് സുജയാണെങ്കിൽ ചിത്തിരയെ വിളിപ്പിക്കുന്നുണ്ട്. സുജയുടെ അടുക്ക ചിത്തിര ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ്റെ കാര്യം എങ്ങനെയാണ് മോളെ, പൈസയുടെ കാര്യം വല്ല ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ വന്നാലും എൻ്റെ അച്ചമ്മയുടെ ഓപ്പറേഷൻ ഞാൻ നടത്തും, ഇനി അതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ആൻറ്റി, ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അച്ചമ്മയെ രക്ഷിച്ചേ മതിയാവത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ സുജ പറയുന്നുണ്ട്, ഒരുപാട് പണമൊന്നും തരാൻ എൻ്റെ കയ്യിലില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം, ഷാജിയേട്ടനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ധർമ്മസങ്കടത്തിലാവുക കേട്ടോ ചെയ്യുന്നത്. ആരെങ്കിലും ഇനി സഹായിക്കാൻ എത്താതെ ഒന്നും തന്നെ നടക്കില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ചിത്തിര വിചാരിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയും ഉണ്ട് കേട്ടോ. പിന്നീട് മഹേഷ് ചിത്തിരയെടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളിനി എന്ത് ചെയ്യും മോളെ, ഞാൻ പലരെടുക്കലും ചോദിച്ചു, പക്ഷെ ആരും തരാനായിട്ട് തയ്യാറാവുന്നില്ല, അതും ചില്ലറ തുകയൊന്നും അല്ലല്ലോ, ലക്ഷക്കണക്കിന് രൂപയല്ലേ നമുക്ക് വേണ്ടത്, നമുക്കിനി ഇത് ആര് നിന്ന് സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ അച്ചമ്മയുടെ ഓപ്പറേഷൻ ഞാൻ നടത്തും, അതിനുള്ള പണം ഞാൻ കണ്ടെത്തുകയും ചെയ്യും, ഞാൻ ഇറങ്ങാൻ പോവുക മാമ, എൻ്റെ അച്ചമ്മയുടെ ഓപ്പറേഷനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി ഒരു തരത്തിലും പിന്നോട്ട് പോകത്തില്ലെന്നും ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അച്ചമ്മയെ എനിക്ക് രക്ഷിച്ചെടുത്തേ മതിയാവത്തുള്ളൂന്നും അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്നും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്റ്റനോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കൊടുക്കും, പക്ഷേ ചിത്തിരയുടെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. എന്തായാലും ചിത്തിര നല്ല രീതിയിൽ തന്നെ മല്ലികാമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്നത് കാണാൻ സാധിക്കും.